അപ്പോൾ ഞാൻ നമ്മുടെ സാറിന് ഒരു പുതിയ കമാൻഡ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൂഡിലിനൊക്കെ വളർത്തുന്ന ആൾക്കാർ ഈ കമാൻഡ് പഠിപ്പിച്ച് വെക്കുവാണെങ്കിൽ ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ ഒരു ചെറിയ കേജൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫെൻസൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ കമാൻഡ് പറയാം. സാറാ വാ പുറത്ത് കയറി വാ. കണ്ടോ ചവിട്ടി പിടിച്ച് കയറി വരുന്നുണ്ടോ? ജം സാറാ ജം ജം. ദേ ഇത് കണ്ടോ, ഇത് എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട് ആളെ. അപ്പം ഇതാണ് പുതിയ കമാൻഡ് കേട്ടോ. കമാൻഡൊന്നുമല്ല, ഇവളെ ഉണ്ടല്ലോ, ഇവളെ ഒരിടത്ത് ഇടാൻ പറ്റത്തില്ല. ഞാൻ ഈ പുറത്തെല്ലാവരും അഴിച്ചു വിടുവേ. ഈ ഒരു സാധനം ഒറ്റ ഒരുത്തി കാരണം ഞാനിപ്പോൾ ഗേറ്റ് മാറണ്ടായിരുന്നു. ഇവിടെ ഗേറ്റിൽ ഇവർ ഈ സൈഡിലത്തെ ഗേറ്റിൽ നേരത്തെ ഇങ്ങനെ പിടിച്ച് ഇതുപോലെ കള്ളി ഉണ്ടായിരുന്നു. നമുക്ക് പിടിച്ച് കയറിപ്പോകാം. അത്ര ഒരു 5 ഫീറ്റുള്ള കേജ് ഇതിങ്ങനെ പിടിച്ച് വലിഞ്ഞ് കയറിപ്പോയി മേളിൽ നിന്ന്, അതായത് നമ്മളപ്പുറത്തെ സൈഡ് ചെല്ലുവാണെങ്കിൽ മേളിൽ കൂടെ ചാടി അപ്പുറം വരും. അപ്പോൾ അതുകൊണ്ട് ഗേറ്റ് വരെ, അതായത് ധനനഷ്ടം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആളാണ്. ഈ മാനഹാനി ഉണ്ടാക്കാതിരുന്നാൽ മതിയായിരുന്നല്ലേ. അപ്പോൾ ഈ പൂഡിൽസ് എന്ന് പറയുന്നത് അത്ര പാവങ്ങളൊന്നും അല്ല കേട്ടോ. അത്യാവശ്യം കുരുട്ട് ബുദ്ധിയും അത്യാവശ്യം കയ്യിലിരിപ്പും ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഇത് ഇവിടെ തന്നെ പൂഡിൽ നോക്കുമ്പോഴത്തേക്ക് 2 തവണ നമ്മുടെ പാവൻ്റെ ആനവയ്ക്കിട്ട് പണി കൊടുത്തത് 2 പൂഡിൽസാണ്. ഇപ്പോൾ ഇവളും ഈ പറഞ്ഞ പോലെ ഒരിടത്ത് അടക്കി ഒതുക്കി നിർത്താനൊന്നും പറ്റത്തില്ല. ഇങ്ങനെ മതിലിയാട്ടവും അല്ലെങ്കിൽ എല്ലാ കയ്യിലിരിപ്പുള്ള ആൾക്കാരാണ് ഇവന്മാർ. നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആണ് ഇവന്മാരുണ്ടെങ്കിൽ. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. കിടന്ന് അടങ്ങി ഒതുങ്ങി ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്ന പരിപാടികളൊന്നുമില്ല.